എനിക്കറിയില്ല കേട്ടോ, എന്തോ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് എനിക്കറിയില്ല. ഒരു ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല. ആ കുഞ്ഞുണ്ടാക്കി വെച്ച ചോറും കറി ഇപ്പോഴും അവിടെ ഇരിപ്പുണ്ട് വളച്ചിട്ട്. എനിക്ക് അതുപോലെ എടുത്ത് കഴിക്കാൻ പറ്റുന്നില്ല. ഞാൻ ആഹാരം കഴിച്ചിട്ട് 2 ദിവസമായി. നീ ആരടാ? തൊമ്മന മക്കളുള്ള സലീം കുമാറോ? തമാശ പറയില്ല കേട്ടോ. ഞാൻ ഇവൻ്റെ ഈ സംസാരം കേട്ടപ്പോൾ ആദ്യം ചിന്തിച്ചത് എന്താണെന്നറിയോ? ഈ തൊമ്മനും മക്കളും സിനിമയിൽ സലീം കുമാർ പറയില്ലേ, കാമുകിയോ മുറപ്പെണ്ണറ്റ് മീൻ വാങ്ങാൻ പോയ സമയത്ത് വണ്ടി ഇടിച്ച് മരിച്ചു, എന്നിട്ട് നീ എന്ത് ചെയ്തടാന്ന് ചോദിക്കുമ്പോൾ പറയില്ലേ, അവിടെ ഉണ്ടായിരുന്ന ഉണക്കമീൻ കൂട്ടി ഞാൻ ചോറുണ്ടു എന്ന് പറഞ്ഞിട്ടുള്ള അതിലേറെ ലാഘവത്തോടു കൂടിയാണ് ഇവൻ സംസാരിക്കുന്നത്. ഇവൻ എന്താ പറയുന്നതെന്ന് ആലോചിക്കുക. ഇതന്നെ ഇവൻ 2 അടിച്ചിട്ടാണ് വന്നിരുന്ന് സംസാരിക്കുന്നത്. ഈ ഒരു വിഷയം നിങ്ങളൊരുവിധം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അതുല്യ കേസ് അല്ലേ, ഷാർജയിൽ നടന്നിട്ടുള്ള. ഇന്ന് അതുല്യ, ഇന്നലെ വിസ്മയ, മിനിയാന്ന് വേറെ, നാളെ ഇനി വേറെ ആരൊക്കെയാന്നുള്ളത് അറിയില്ല. എത്ര കേസായി നമ്മൾ സംസാരിക്കുന്നു അല്ലേ? ഒന്നുകിൽ ഈ കുട്ടികൾക്ക് ബോധം വരണം, ഇവനെപ്പോലുള്ള ആൾക്കാർ നന്നാവില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഈ വീട്ടുകാർ, ഇതിൽ വലിയൊരു പങ്ക് വീട്ടുകാർക്കുണ്ട്. പല പെൺകുട്ടികളുണ്ടല്ലോ, ഇതിപ്പോൾ ഏകദേശം 30 വയസ്സായിട്ടുള്ളൊരു സ്ത്രീയാണ്. പല കുട്ടികളും പേടിച്ചിട്ടാണ്, അതായത് ഒന്നുകിൽ ചിലപ്പോൾ ചിന്തിക്കുന്ന എന്തായിരിക്കും അറിയോ, എപ്പോഴെങ്കിലും എൻ്റെ ഭർത്താവ് ശരിയാവുമായിരിക്കും, എപ്പോഴെങ്കിലും അയാൾ ശരിയാവുമായിരിക്കും, ചിലപ്പോൾ ഒരു പക്ഷേ ഇനിയും നാളെയെങ്കിലും മറ്റന്നാൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിമിഷം മാനസാന്തരം വന്നിട്ട് ഇയാൾ നേരെയാവുമായിരിക്കും, എന്നെയും കുട്ടികളും സ്നേഹിക്കുമായിരിക്കും. ഇതായിരിക്കും ചിലപ്പോൾ ചിന്തിക്കുന്നത് അല്ലേ? ചില ആൾക്കാർ പേടിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ സമൂഹത്തെ ഭയന്നിട്ടായിരിക്കും. അങ്ങനത്തെ പല കാര്യങ്ങൾ കൊണ്ടാണ് കുട്ടികൾ ഇത് വീണ്ടും വീണ്ടും ഇതുപോലുള്ള സ്ത്രീകൾ സഹിച്ച് പോകുന്നത്. ഏറ്റവും കൂടുതൽ ഇതിന് വേണ്ട എന്തറിയോ? മാതാപിതാക്കൾ വളരെ നിരന്തരം കുട്ടികളോട് സംസാരിക്കണം. ചെറുപ്പം മുതൽ ചെറിയ കുട്ടിയാകുമ്പോൾ സംസാരിച്ചു തുടങ്ങിയ ആൾക്കാർ വലുതായി കഴിഞ്ഞാൽ കുട്ടികൾ പക്വത എത്തിയെന്ന് വെച്ചാൽ ആ ഒരു കണക്ഷൻ മിസ്സാക്കരുത്. നിരന്തരം സംസാരിക്കണം. അവരുടെ ലൈഫിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്ന് നോക്കണം. അവർക്ക് നിരന്തരം ധൈര്യം കൊടുത്തുകൊണ്ടിരിക്കണം. ഒരു ധൈര്യം, ഒരു ഉറപ്പ് അവർക്ക് കൊടുക്കണം. എന്ത് തന്നെ സംഭവിച്ചാലും ദൈവം തന്നിട്ടുള്ള ജീവൻ അത് നമ്മളായിട്ട് സ്വയം തിരിച്ചെടുക്കാനുള്ള അധികാരം നമുക്കില്ല, അതിൻ്റെ ആവശ്യമില്ല. നീ എന്ത് സംഭവിച്ചാലും ഞങ്ങളിവിടെ ഉണ്ട് എന്നുള്ളത് ഉറപ്പ് കൊടുക്കാനാണ് ഏതൊരു അച്ഛനമ്മയും ഇന്ന് ചെയ്യേണ്ടത്. കാരണം നമ്മൾ എത്ര കേസായി കേൾക്കുന്നു അല്ലേ? ഓരോ ന്യൂസ് വരുന്ന സമയത്ത് നമ്മൾ സംസാരിച്ച് പോകാമെന്നല്ലാതെ വേറെ യാതൊന്നും നടക്കുന്നില്ല. ഇവൻ ഇപ്പോഴും 2 അടിച്ചിട്ടാണ് നിന്ന് സംസാരിക്കുന്നത്. നോക്കൂ, ഇത് UAE നടന്ന കേസാണ്. ഞാൻ 15 വർഷം നിന്നിട്ടുള്ള ഒരു രാജ്യമാണ് UAE. അതായത് നമ്മുടെ ഒരു പ്രായം കണ്ട് പക്വതയും കാര്യങ്ങളും ആയ സമയം കഴിഞ്ഞ സമയത്ത് ഞാൻ പോയതാണ്. അപ്പോൾ അടുത്താണ് ഞാൻ തിരിച്ചു വന്നത്. 15 വർഷത്തിലേറോളം നിന്നിട്ടുള്ളൊരു കൺട്രിയാണ്. അവിടെ ഈ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് അന്വേഷിക്കും എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇത്രയും കാലം അവിടെ നിന്നതിൻ്റെ അടിസ്ഥാനത്തിൽ. ഷാർജ പോലീസ് സ്ട്രോങ് ആണ്. അവർ വന്ന് നോക്കും. ആദ്യം ചിലപ്പോൾ ചിരിക്കും കളിക്കുകയൊക്കെ ആയിരിക്കാം. അവരുള്ളിലൂടെ അന്വേഷണം നടത്തും. കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പക്ക ക്ലിയറായിട്ട് സംഭവം പൊക്കും. ഇനി ഇവൻ പറയുന്നത് ആരോ കൊച്ച് എന്നൊക്കെ വിളിക്കുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ അത്രയും വാത്സല്യത്തോടു കൂടി ഇവൻ്റെ വീഡിയോസൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഇവൻ ആ കസാര പൊക്കി പിടിച്ച് നിൽക്കുന്നതും ഒരു സൈക്കോ മുഖഭാവം. ഞാൻ ഈ എന്താ പറയുക, ഫഹദ് ഫാസിലിൻ്റെ മറ്റേ സിനിമ ഉണ്ടല്ലോ, ഷമ്മി, സൈക്കോ ശരിക്കും ഒരു സൈക്കോ. അതായത് ഒരു സാഡിസ്റ്റ് മൈൻഡ് മുഖമാണ് അവൻ്റെ പല്ലും അവൻ്റെ ആ മൊട്ടത്തലയും അല്ലേ. ഒരു സാഡിസ്റ്റ് മൈൻഡിലാണ് ഇവ നിൽക്കുന്നത്. കത്തിയായിട്ട് കൊണ്ട് നടക്കുക, ഉപദ്രവിച്ച പാടുകൾ, ഇന്ന് ശബ്ദരേഖ പുറത്തു വന്ന് നിങ്ങൾ അതൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ വിഷയം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷെ ചില കാര്യങ്ങൾ ഇവൻ്റെ ഈ ഇൻ്റർവ്യൂ കണ്ട സമയത്ത് ആ ഇൻ്റർവ്യൂ ജസ്റ്റ് ഒന്ന് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി. വിവരങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. നോക്കൂ, ഇവർ താമസിക്കുന്ന റോളയിലാണ്. ഞാൻ മുംബൈയിലാണ് താമസം. മുംബൈല എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് താമസിച്ച്. അവിടെയാണ് ഈ സഫാരി മോളിൻ്റെ ഒരു ഓപ്പോസിറ്റ് സൈഡിലാണ് ഞാൻ താമസിച്ചിരുന്നത്. ഞങ്ങൾ ഫാമിലിയായിട്ട് അവിടെ താമസിച്ചിരുന്നു. ഇവിടെ എന്താ പരിപാടി എന്നറിയോ? ഇതുപോലെ ഒരുപാട് ടീമുണ്ട്. ഈ ഷാർജ റോളയിലൊക്കെ താമസിക്കുന്ന ആൾക്കാർ ഇവരെന്ത് ചോദിച്ചാൽ വീക്കെൻഡ്സിലാണ് കാര്യമായിട്ടും, അല്ലെങ്കിൽ ഏതൊക്കെ ദിവസം ഇവർക്ക് ഇന്നതൊന്നുമില്ല. അവിടെ മയക്കുമരുന്നും ഇതൊന്നും ഇല്ല എന്നല്ലേ ഉള്ളൂ, പുറത്തേക്ക് അങ്ങനെ കിട്ടില്ല എന്നല്ലേ ഉള്ളൂ. പക്ഷെ മദ്യം സുലഭമായിട്ട് അജ്മാനിലാണെങ്കിലും അല്ലെങ്കിൽ ഉമ്മൽ കോയിൻ എന്ന് പറയുന്ന സ്ഥലത്ത്, ഓരോ എമിറേറ്റാണ്, അവിടെ പോയി കഴിഞ്ഞാൽ വളരെ സുലഭമായിട്ട് കിട്ടുന്നൊരു സാധനമാണ് മദ്യം. ഇവിടെ പല ആൾക്കാരും റെൻറ്റ് കുറവായതുകൊണ്ട് 3-4 ബെഡ്റൂം ഫ്ലാറ്റ്സ്, 1 ബെഡ്റൂം 2 ബെഡ്റൂം വില്ലാസ്, ആ ബീച്ച് സൈഡിലേക്കൊക്കെ ഉമ്മൽ കോയിനിലൊക്കെ ഒരുപാട് പേര് ഇതുപോലെ വില്ല എടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്താ അവിടെ പരിപാടി വെച്ചാൽ കൂട്ടം കൂടിയിരുന്ന് കള്ളുകൂടിയാണ്. കുറേ ആൾക്കാർ ബാച്ചിലേഴ്സ് ആയിട്ടായിരിക്കും. എന്തായാലും
ഈ അടിക്കുന്ന ടീംസിനൊന്നും ഞാൻ പറയാ സാമ്പത്തികമായിട്ടൊരു ഭദ്രതയോ മര്യാദയ്ക്കുള്ളൊരു കുടുംബമോ അവിടെ ഇല്ല. ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല. ഞാൻ സംസാരിക്കുന്ന സമയത്ത് എനിക്ക് പല ആൾക്കാരുടെയും എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരും എനിക്ക് പരിചയമുള്ള ആൾക്കാരുടെ ഒക്കെ മുഖം മനസ്സിൽ വരുന്നുണ്ട്. പക്ഷെ അങ്ങനെയാണ്, അവിടെ സ്വയം നശിക്കുന്ന വലിയൊരു വിഭാഗമുണ്ട്. ഇവർക്ക് എത്ര ശമ്പളം കിട്ടിയാലും തികയില്ല. ഇവർക്ക് എങ്ങനത്തെ ഭാര്യ ഉണ്ടായാലും എങ്ങനത്തെ മക്കളുണ്ടായാലും ഒന്നും ഇവർക്കൊരു വിഷയമല്ല. കാരണം ഇവർക്ക് ഈ സാധനം അടിച്ച അവിടെ മൂലക്കിൽ കൂടി ഇരുന്നാൽ മതി. ഇവൻ്റെ സംസാരം കേൾക്കുന്ന സമയത്ത് തന്നെ ഉണ്ടല്ലോ, എന്തായാലും ഇത് ആ കുട്ടി ഇത് ചെയ്തിട്ടുള്ളത് ഇവൻ്റെ നിരന്തര പീഡനം സഹിക്കാൻ വയ്യാതെയാണോ അതോ ഇവനിനി അതിനെന്തെങ്കിലും ചെയ്തതാണോ? ഇതിലൊക്കെ അന്വേഷണം വരണം. നമ്മൾ കുറച്ചു കാലം മുന്നേ അല്ലേ നമ്മൾ കേട്ടിട്ടുള്ള റിഫയുടെ കേസിലെ മെഹനു റിഫ. എന്തായാലും ഈ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ പ്ലേ ചെയ്യാം. വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, എനിക്കറിയില്ല കേട്ടോ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് എനിക്കറിയില്ല. ഒരു ആഹാരം കഴിക്കാൻ പറ്റില്ല. ആ കുഞ്ഞുണ്ടാക്കി വെച്ച ചോറും കറി ഇപ്പോഴും അവിടെ ഇരിപ്പുണ്ട് വളിച്ചിട്ട്. എനിക്ക് അതുപോലെ എടുത്ത് കഴിക്കാൻ പറ്റുന്നില്ല. ഞാൻ ആഹാരം കഴിച്ചിട്ട് 2 ദിവസമായി. എടോ, നിന്റെ കൂടെ 11 കൊല്ലം ജീവിച്ചിട്ടുള്ള ഭാര്യ അവിടെ കയറുമ്പോൾ തൂങ്ങി. അതിലേറെ വലുതാണോ ഇവൻ്റെ വയറ്റിക്ക് എത്തേണ്ടത്? എനിക്ക് ഇവൻ്റെ സംസാരം കേട്ട് കഴിഞ്ഞാൽ ഏതൊരു നോർമലായിട്ടുള്ള വ്യക്തിക്കും കേട്ടാൽ മനസ്സിലാവും. ഇവനിപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ക്ലിപ്പിൽ കണ്ടറിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ടല്ലോ. വീഡിയോ ക്ലിപ്പിൽ കണ്ടതെന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് ആരോപിക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. ഈ കുട്ടി ഭയങ്കര പൊസസീവായ ഒറ്റ കാര്യം കൊണ്ട് തന്നെ ഇവൻ്റെ അനിയനോടാണെങ്കിലും മരിച്ച ജ്യേഷ്ഠൻ്റെ കുട്ടികളെ നോക്കാനോ അവർക്കൊരു മിഠായി പോലും വാങ്ങി കൊടുക്കാൻ പോലും ഇവന് പറ്റുന്നില്ല. കാരണം വെച്ചാൽ ഈ പെൺകുട്ടി മരിച്ചിട്ടുള്ള അതുല്യ എന്നുള്ള പറഞ്ഞ പെൺകുട്ടി പൊസസീവായിരുന്നു എന്നുള്ളതും മാത്രമല്ല ഇവനെടുത്തിട്ട് അടിക്കരുത്. പക്ഷേ നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ള എന്താ, ആ കുട്ടീനെ അത്രയധികം ദേഹോപദ്രവം ഏൽപ്പിക്കുന്ന സീൻസാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇനി അതല്ല, മറിച്ചാണ് വെച്ചാൽ ഇവൻ എന്ത് പറഞ്ഞാലും തിരിച്ചു പറയാൻ ആ കുട്ടി ഇന്നില്ല, ജീവനോടില്ല. ഞാൻ ആലോചിച്ച് നോക്കുകയാണേ, ഒരു കുട്ടിയുണ്ട്, ഞാൻ ഈ പെൺകുട്ടിയെ ഇനി പറയല്ല, മരിച്ചു പോയോടത്ത് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് ഇത് കേൾക്കുന്ന, ഇപ്പം എൻ്റെ വീഡിയോസ് കേൾക്കുന്ന ആൾക്കാർക്ക് പലർക്കും പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, ഇതുപോലെയൊക്കെ ഉണ്ടായിരിക്കാം. നോക്കൂ, നിങ്ങൾക്ക് ജോലി, ഇതിപ്പോൾ നമുക്കിപ്പോൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സമൂഹത്തിന് വിടൂ. അവരെന്തോ പറഞ്ഞോട്ടെ, അവർക്ക് ഇന്ന് എന്തെങ്കിലും ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ പറയും അതാ ഇന്നത്തെ കഴിഞ്ഞാൽ നാളെ വേറെ ആളെ കിട്ടും, അങ്ങനെ പോകും. അല്ലാണ്ട് അവർ നിരന്തരമായിട്ട് നമ്മളെ പുറകെ കൂടി ആരും സംസാരിക്കില്ല. ഇത്ര മാത്രം ചിന്തിക്കുക. നമ്മുടെ ലൈഫാണ്, നമ്മൾ മാത്രമല്ല, ഒരു കുട്ടിയുണ്ട് അവർക്ക്. ആ കുട്ടിയുടെ ലൈഫെങ്കിലും ആലോചിക്കണ്ടേ? എത്ര സ്ത്രീകളുണ്ട് ഭർത്താക്കന്മാരില്ലാതെ മരിച്ചു പോയിട്ടാണെങ്കിലും ഉപേക്ഷിച്ചിട്ടാണെങ്കിലും കുട്ടികളെ വളർത്തുന്നു. അതുപോലെ വളർത്തി അവർക്ക് മുന്നോട്ട് പോയിക്കൂടെ? പിന്നെ എന്താ പറയുക, ജനിപ്പിച്ച തള്ളോടും ചെറിയൊരു ഇതില്ലേ, ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലേ? എന്തെങ്കിലുമൊക്കെ ഒരു ജോലി ഇന്ന് കിട്ടാതിരിക്കുമോ? അവനവൻ്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് എന്തെങ്കിലും ഒരു പരിപാടി കിട്ടാതിരിക്കുക. പിന്നെ മാത്രമല്ല, ഇന്നിപ്പോൾ ഞാൻ പല ആൾക്കാരോടും പറഞ്ഞൊരു കാര്യമുള്ളൂ. ഇന്ന് നോക്കൂ, ഞാൻ ഈ വീഡിയോസ് കാണുന്ന ആരാണെന്നുണ്ടെങ്കിലും സോഷ്യൽ മീഡിയ ഭയങ്കര സ്ട്രോങ് ആണ്. കാരണം സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ജോലി സാധ്യതകളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ജീവിതം അവസാനിപ്പിക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും അവസാനിപ്പിക്കാൻ പാടില്ല. പറയണം എന്തോ ചെയ്യണമെന്ന് എനിക്കറിയില്ല. പിന്നെ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇതൊരു കൂടാണ്, ഒരു കേജാണ്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ എന്ന് പറഞ്ഞാൽ അതിനുള്ള അവസരങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷെ ആ വഴി നമ്മൾ തിരഞ്ഞെടുക്കില്ല ആരും. ആ ഒരു കേജ് ഉണ്ടല്ലോ, അതിന്ന് അങ്ങോട്ട് പുറത്തേക്ക് കടക്കാനുള്ളൊരു സംഭവമാണ്. അത് ചിലപ്പോൾ ഒന്ന് പുറകോട്ട് പോയിട്ട് ഇതുപോലെ ജീവിതം അവസാനിപ്പിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു കൂട് പൊട്ടിച്ച് പുറത്ത് ചാടുക. അതാണ് ഇന്നത്തെ കുട്ടികൾ ചിന്തിക്കേണ്ടത്. ഇതിന് ഇവർ മാത്രമായിട്ട് കാര്യമില്ല, ഇവർക്ക് പ്രോപ്പർ സപ്പോർട്ട് വേണം, ഫ്രണ്ട്സിൻ്റെ ഭാഗത്ത് നിന്ന് സപ്പോർട്ട് വേണം. ഞാൻ ആലോചിച്ചൊക്കെ ആരെങ്കിലും ഒരു സുഹൃത്തായിട്ട് ഒരാളുണ്ടെങ്കിൽ പറഞ്ഞ് ധൈര്യം കൊടുത്ത് നിരന്തരം നിങ്ങളുടെ പരിചയത്തിലോ ആരെങ്കിലും ഇതുപോലെ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർ വിടാതെ പിടികൂടുക. ഞാൻ അതേ പറയുള്ളൂ. കാരണം അവർക്ക് മാക്സിമം ധൈര്യം കൊടുത്തിട്ട് അവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ട് അവരെ സെൽഫ് സസ്റ്റൈനിങ് ആയിട്ട് മുന്നോട്ട് ജീവിക്കാൻ അവരെ പ്രാപ്തരാക്കാം. വിളിക്കാൻ പറ്റില്ല കേട്ടോ. 2-3 വർഷമായിട്ട് വിളിക്കാത്തവരെ ഞാൻ എങ്ങനെ വിളിക്കും? എൻ്റെ അനിയനെ വിളിച്ചു, അവൻ വിളിച്ചു. അവൻ്റെ കൂട്ടുകാർ വന്ന് രാത്രി അവൻ്റെ സപ്പോർട്ട് എനിക്കുണ്ട്. വിഷമിക്കേണ്ട, ഇത്രയും ദ്രോഹം ഞാൻ അവനെ മൈൻഡ് ചെയ്യാതെ എൻ്റെ കയ്യിൽ നോക്കി. അവൻ കല്യാണം കഴിക്കാൻ ചേട്ടൻ മരിച്ചു. എൻ്റെ ചേട്ടൻ്റെ മക്കളെ നോക്കി അവൻ്റെ ലൈഫ് പോലെ നോക്കി അവൻ ജീവിക്കണം. ഞാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി 5 പൈസ പോലും ഞാൻ കൊടുക്കുന്നു. അതിലേക്ക് ഇഷ്ടമല്ല. ഞാൻ അടിക്കാനാണെങ്കിൽ ഞാൻ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അടിക്കാനാണെങ്കിൽ അടിച്ചാൽ പോരെ. കത്തി എന്ന് പറയുന്നത് ഞാനിങ്ങനെ വെച്ച് ഞാൻ തീരാൻ പോകുന്നില്ല, എനിക്ക് വയ്യ, എനിക്ക് മടുത്തു. കാരണം ഈ കുഞ്ഞിങ്ങനെ പറയാണ്, ഞാൻ എൻ്റെ സ്പേസിൽ പൊയ്ക്കോളാം, ഇയാൾ പൊയ്ക്കൂ. അപ്പം ഞാൻ ആലോചിക്കണം, അത് ശരി, അപ്പം ഞാൻ ഇത്രയും 15 വർഷം കഷ്ടപ്പെട്ടു, ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി? ഇപ്പം എന്നെ ഒറ്റപ്പെടുത്തുമല്ലോ, എനിക്ക് ആരുമില്ല, ഒരാളും ഇല്ല. അപ്പോൾ ആ സമയത്ത് അവളെ പൊയ്ക്കോ എന്ന് പറയുമ്പോൾ ഞാൻ എന്തോ വേണം? ഞാൻ സ്വയം തീരാൻ പോകുന്ന പോലെ ഞാൻ പിടിച്ചോണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്, കയ്യിൽ മടക്കി കൊടുത്തേക്ക് വെച്ചോണ്ടെങ്കിൽ വീഡിയോ എടുത്തു അവളിങ്ങനെ പിടിക്കും, ഞാൻ പിന്നെയും കാണിക്കും. അത് ഇവളിങ്ങനെ ഇത് വന്നതെന്ന് വെച്ചാൽ ഇവിടെ കൂട്ടുകാർക്കല്ല ഇത് അയച്ചു കൊടുത്തിട്ടാണ് പ്രശ്നം വന്നേക്കുന്നത്.
പ്രോപ്പർ തെളിവുകളില്ലാതെ ആരും ആരെയും ശിക്ഷിക്കില്ല. അത് ഇനി ഇതുപോലുള്ള ആരാണ് ഈ കുട്ടികൾ മനസ്സിലാക്കുക. നിങ്ങൾ എന്തെങ്കിലും അവിവേകം ചെയ്തു കഴിഞ്ഞാൽ അത് പിന്നെ എന്താ പറയുക, അതിൻ്റെ നഷ്ടം നിങ്ങൾക്ക് തന്നെയുള്ളൂ. അത് ആദ്യം മനസ്സിലാക്കുക. ഒന്ന്. രണ്ടാമത്തെ കേസിൽ നഷ്ടം വരുന്നത് അവനവൻ്റെ മക്കൾക്കാണ്. ആ കുട്ടിയില്ലേ, ഒരു മകളുണ്ടല്ലോ 10 വയസ്സുള്ള മകളാ തോന്നുന്നുണ്ട്, 10 വയസ്സുള്ള ആ കുട്ടി ഇനി അനാഥയായിട്ട് വളരണം. സ്വന്തം അച്ഛനമ്മയും പ്രായമായിട്ടുണ്ടാവും. എത്ര കാലം അവർക്ക് ആ കുട്ടിക്ക് ഒരു നിലയിലെത്തുന്നവരെ അവർ ജീവനോടെ ഉണ്ടെങ്കിൽ, ദൈവത്തിൽ ഇതുണ്ടെങ്കിൽ 2 പേരുണ്ടായിരിക്കും. അല്ലെങ്കിൽ ആ കുട്ടിക്ക് ആരാളുള്ളത്? ഈ കുട്ടി ആരുടെങ്കിലും കൂടെ ജീവിച്ചാൽ മതിയോ? ഇതൊക്കെ ഒന്ന് ദയവ് ചെയ്ത് ഇതുപോലെ ചെയ്യുന്ന ആൾക്കാർ ചിന്തിക്കുക. ഒന്നത്. രണ്ടാമത്തത് മാതാപിതാക്കളോടാണ് വീണ്ടും ഞാൻ പറയുന്നു, പ്രോപ്പറായിട്ട് സപ്പോർട്ട് കൊടുക്കുക. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് മീഡിയയ്ക്ക് മുന്നിലോ എവിടെയെങ്കിലോ വന്നിരുന്ന് കരഞ്ഞിട്ട് യാതൊരുവിധ കാര്യമില്ല. അതല്ല ചെയ്യേണ്ടത്. മീഡിയയുടെ മുന്നിൽ വന്നിരുന്നിട്ട് എൻ്റെ കൊച്ചിനെ അവൻ ഇത് ചെയ്തു, എൻ്റെ കൊച്ചിനെ അവൻ ഇത് ചെയ്തിരുന്നു എന്നുള്ളത് മരിച്ചതിന് ശേഷം, എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷമല്ല വന്നിരുന്ന് പറയുക. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ട്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ട് എവിടുന്ന് നീതി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഇട്ടോളൂ. ഞാൻ പറയാം, ഇതുപോലെ എന്നെപ്പോലുള്ള ഒരുപാട് റിയാക്ഷൻ വീഡിയോസ് ഉള്ള ആൾക്കാരെങ്കിലും എടുത്ത് ചെയ്യാതിരിക്കില്ല. കാരണം നാളെ ഇത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് അവൾ ഇങ്ങനെയായിരുന്നു, അവൻ അങ്ങനെയായിരുന്നു എന്ന് ഞാൻ മാതാപിതാക്കളെ കുറ്റം പറയല്ല. പക്ഷേ ഈ നിമിഷത്തിൽ പറയാതിരിക്കാൻ വയ്യ. എനിക്ക് തോന്നുന്നുണ്ട് ഇതുപോലുള്ള കേസിൽ ഈ പെൺകുട്ടികളുടെ മാതാപിതാക്കളുടെ കയ്യിൽ ഒരുപാട് തെറ്റുണ്ട്. സീരിയസ് ആയിട്ട് ഇത് ഞാൻ പറഞ്ഞ ഏത് രീതിയിലാണ് നിങ്ങൾ എടുക്കുകയെന്നറിയില്ല. നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ പ്രോപ്പറായിട്ടുള്ളൊരു സപ്പോർട്ട് ആൻഡ് കൗൺസിലിംഗ് ഗൈഡൻസ് ആ കുട്ടിക്ക് വളരെ പ്രോപ്പറായിട്ട് കിട്ടിയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ കുട്ടി ഇന്ന് അതിലേതാണ് ഈ പെൺകുട്ടി ഇന്ന് അതിൻ്റെ കുട്ടീനെ നോക്കാനെങ്കിലും ജീവിച്ചിരുന്നേനെ. അതിനിവിടെ സഫാരി മോൾ അവിടെ ഷാർജയിൽ ജോലി കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഓരോ ദിവസം കൂടുന്തോറും ഞാൻ ഈ കംപ്ലീറ്റ് പ്ലേ ചെയ്യാൻ വേണ്ടി വെച്ചത്. എനിക്ക് ഈ ചങ്ങായിനെ എൻ്റെ വർത്തമാനം കേട്ട 2 ആട്ടാൻ തോന്നും. അതുകൊണ്ട് എന്താ പറയുക, ഞാൻ പറയുന്നില്ല. പിന്നെ നിങ്ങൾ ഒരുവിധം എല്ലാവരും ന്യൂസ് അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഞാൻ ലേറ്റായിട്ടാണ് വന്ന് ചെയ്യുന്നത്, കുറച്ച് തിരക്കായത് കാരണം ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ കുറച്ച് ചെയ്യാൻ ലേറ്റ് ആയത്. പക്ഷേ ഇതിനെക്കുറിച്ച് 2 വാക്ക് പറയണം എന്ന് തോന്നിപ്പോയി. ചിലപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ എപ്പോഴെങ്കിലും ഇവൻ ശരിയാവും. കാരണം ഇങ്ങനെയൊക്കെ കാണിക്കെങ്കിലും ഒരു സുപ്രഭാതത്തിൽ ഇപ്പോൾ വെള്ളമടിച്ചുകൊണ്ടായിരിക്കാം എൻ്റെ ഈ സ്വഭാവം. അല്ലാന്നുണ്ടെങ്കിൽ ഇവൻ്റെ സ്വഭാവം എന്താണെന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ വെള്ളമടിക്കാത്ത സമയത്ത് നല്ല സ്വഭാവമുള്ള മനുഷ്യനാണെങ്കിൽ ഇവൻ്റെ കാര്യം അറിയില്ല. അങ്ങനത്തെ ആൾക്കാരൊക്കെ ഇത് കഴിഞ്ഞ സമയത്തെങ്കിലും അത് കഴിയുമ്പോഴെങ്കിലും നേരെയാവുമായിരിക്കാം അല്ലേ. എൻ്റെ കുട്ടിക്കൊരു അച്ഛൻ ഉണ്ടാവുമല്ലോ. ഇനിയിപ്പോൾ എന്ത് തന്നെയാണെങ്കിലും പേരിന് എത്ര സഹിച്ചു കഴിഞ്ഞാലും പുറമേ 4 ആളെ മുന്നിൽ അച്ഛൻ എന്ന് പറഞ്ഞ ആൾ കുട്ടിക്ക് ഉണ്ടാവുമല്ലോ. ഇതുപോലെ ചിന്തിച്ച് ജീവിതം നരകിച്ച് തീർക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ഇടയിലുണ്ട്. ചെയ്യാതിരിക്കുക. പറ്റില്ലെങ്കിൽ ഇട്ടിട്ട് പോവുക. 18-20 വയസ്സ് വരെ നിങ്ങളെ നോക്കിയിട്ടുള്ള മാതാപിതാക്കളോടും അതുവരെ നിങ്ങൾ ജീവിച്ചിട്ടുള്ള ജീവിതത്തോടും നിങ്ങൾ കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ അവനാൻ ജന്മം നൽകിയിട്ടുള്ളൊരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിയെ നോക്കി ജീവിക്കുക. അതിൻ്റെ ചിരിയും കളിയും കണ്ടിട്ട് അതിൽ സന്തോഷവും സമാധാനവും കണ്ടെത്തി മുന്നോട്ട് പോകാൻ നോക്കുക അല്ലേ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ അവരെ നോക്കി ചിരിച്ച് അവരെ കളിപ്പിച്ചിട്ടോ അവരോട് സംസാരിച്ചിട്ടോ ആണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് മനസ്സിലാക്കുക. പിന്നെ എന്തെങ്കിലും ഒരു പിണ്ണാക്കൽ ജോലിയൊന്നും ഇന്ന് കിട്ടാതിരിക്കില്ല. കഴിഞ്ഞുകൂടി പോകാൻ പറ്റുന്ന ജോലി. എനിക്കൊന്നും വെച്ചാൽ വീട്ടുകാർക്ക് അച്ഛനമ്മയ്ക്ക് ചിലപ്പോൾ സാമ്പത്തിക ശേഷി ഉണ്ടാവും. ഇനി സഹോദരങ്ങളെ കാര്യങ്ങളൊന്നും ഞാൻ നോക്കിയിട്ടില്ല, അറിയില്ല. പക്ഷേ എന്തെങ്കിലുമൊക്കെ രീതിയിൽ കഴിഞ്ഞുകൂടി പോകാനുള്ള ജോലി കിട്ടാതിരിക്കില്ല. ആരോട് പറയാനല്ലേ. നമ്മളിത് നാളെ ഇതുപോലത്തെ ന്യൂസ് ഇരുന്ന് ചർച്ച ചെയ്യും. എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് കാര്യങ്ങൾ പറയാൻ വേണ്ടി ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് വയ്യ പറയാൻ. നമ്മളിതിങ്ങനെ പറഞ്ഞു പോകുന്ന സമയത്തേക്ക് ഒരുപാട് വീഡിയോസിലാണ് ഇത് പറയുന്നു അല്ലേ. ഒരു പക്ഷേ ചിലപ്പോൾ നമ്മൾ ഇതിന് മുന്നുള്ള വിസ്മയ അതും കൂടി പറയട്ടെ. വിസ്മയുടെ കേസ് കുറച്ച് ദിവസം മുന്നേ ഉണ്ടായി. ഈ പെൺകുട്ടി ആ ഒരു ന്യൂസ് കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. അതിൽ കുട്ടിയില്ല ആ വിസ്മയക്ക് അല്ലേ. ഭർത്താവിൻ്റെ പീഡനം സഹിക്കാൻ വയ്യാതെ പിന്നെ മരിച്ചിട്ടുള്ള ഇത് ഈ ലോകത്ത് നിന്ന് പോയിട്ടുള്ള എനിക്ക് ആ വാക്കുകൾ യൂട്യൂബിൽ പറയാൻ വയ്യ. അത് യൂട്യൂബ് കയറിയിട്ട് അത് പ്രശ്നമാക്കും. അതുകൊണ്ടാണ് പറയാൻ വയ്യാത്ത കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ മരിച്ചു അതെന്നൊക്കെ പറഞ്ഞിട്ട് തടി തപ്പുന്നത്. അപ്പോൾ ഇതുപോലെ സംഭവിച്ചിട്ടുള്ള വിസ്മയുടെ ന്യൂസ് ഈ കുട്ടിയും കേട്ടിട്ടുണ്ടായിരിക്കും. അങ്ങനത്തെ പല ന്യൂസും കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. എന്നിട്ട് പോലും അത് കഴിഞ്ഞിട്ട് അവൻ ഇപ്പോൾ കിരൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുറത്തിറങ്ങുക എന്നുള്ളൊരു സാധനം നമ്മളെല്ലാവരും കേട്ട മാതിരി ഈ പെൺകുട്ടി അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പം ചിന്തിക്കുക. നമുക്ക് എന്തെങ്കിലും പറ്റി നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് പോയി നമ്മളെ കുട്ടികൾക്ക് പോയി അച്ഛനും അമ്മയ്ക്കും പോയി ഈ ഇവന്മാർക്കൊന്നും ഒന്നും നഷ്ടപ്പെടാനില്ല. അവർ അടിപൊളിയായിട്ട് അന്തസ്സായിട്ട് വീണ്ടും ജീവിക്കും.